ഭീകരരെയും രാജ്യദ്രോഹ ശക്തികളെയും നിരീക്ഷിക്കാൻ ചില സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. പെഗസസ് ഫോൺ ചോർത്തലിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിവരങ്ങൾ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തി പൊതുസംവാദത്തിന് ഇട നൽകില്ലെന്നും സോളിസിറ്റർ ജനറൽ നിലപാടെടുത്തു. ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. കൂടുതൽ വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു എന്ന് സമ്മതിക്കുകയല്ലേ കേന്ദ്ര സർക്കാർ? ഇതുവഴി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, പെഗസസ് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കവെയാണ് വളരെ പ്രധാനപ്പെട്ട ചില പരാമർശങ്ങൾ കോടതിയിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾക്ക് വേണ്ടി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ സമ്മതിക്കുകയാണ് കോടതിയിൽ ചെയ്തിട്ടുള്ളത്. അതിന് IT നിയമം അനുവദിക്കുന്നുണ്ട് എന്നും, എന്നാൽ ഇത്തരം ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു വാദപ്രതിവാദത്തിനോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലെ പരസ്യമായ ചർച്ചയ്ക്കോ കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്നും വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഹർജികൾ പരിഗണിച്ചപ്പോൾ പെഗസസ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിരുന്നോ, പെഗസസിന്റെ നിർമ്മാതാക്കളായ NSOയുമായി കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും തരത്തിൽ ഇടപാടുണ്ടോ എന്ന സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അധിക സത്യവാങ്മൂലം സമർപ്പിക്കാൻ സാധിക്കുമോ എന്ന് സുപ്രീം കോടതി ചോദിച്ചിരുന്നു. എന്നാൽ ഇന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു അധിക സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഒരുക്കമല്ല. ഹർജിക്കാരുടെ സംശയങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നൽകിയിട്ടുള്ള 2 പേജുള്ള സത്യവാങ്മൂലത്തിൽ കൃത്യമായ മറുപടിയുണ്ട്. മറ്റ് കാര്യങ്ങൾ എന്നത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം ആയതിനാൽ തന്നെ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ താൽപര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ സത്യവാങ്മൂലത്തിലൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പെഗസസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഈ വിദഗ്ധ സമിതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംശയങ്ങൾക്കും മറുപടി നൽകാൻ കേന്ദ്ര സർക്കാർ ഒരുക്കമാണ് എന്നും വ്യക്തമാക്കുകയുണ്ടായി. വിദഗ്ധ സമിതിയെ ഹർജിക്കാരും എതിർത്തിട്ടില്ല. എന്നാൽ അത് സർക്കാരിന്റെ നോമിനികളായി മാറുന്ന ഒരു പക്ഷപാതപരമായ സമിതി ആയിരിക്കരുത് എന്ന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലും വ്യക്തമാക്കുകയുണ്ടായി. വിദഗ്ധ സമിതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടും അതിന്റെ അന്വേഷണ ചുമതലയുമായി ബന്ധപ്പെട്ടും പിന്നീട് തീരുമാനമെടുക്കാമെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി കേസ് 10 ദിവസത്തിനു ശേഷം പരിഗണിക്കാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായി മാറുന്നത് കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിലടക്കം പ്രതിപക്ഷം പ്രധാനപ്പെട്ട സംശയം ഉന്നയിച്ചിരുന്നത് പെഗസസ് എന്ന സോഫ്റ്റ്വെയർ കേന്ദ്ര സർക്കാർ ഉപയോഗിച്ചിരുന്നു എന്നാണ്. എന്നാൽ പെഗസസ് ഉപയോഗിച്ചോ എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നില്ല. പക്ഷേ ചാര സോഫ്റ്റ്വെയറുകൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് തീവ്രവാദ ശക്തികളെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തത്വത്തിൽ സമ്മതിച്ചിരിക്കുകയാണ്. അശ്വതി, വളരെ ഗൌരവമേറിയ നിർണായകമായ ഒരു മറുപടിയാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. കെ പി അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്. അശാന്തി അകലാതെ അഫ്ഗാൻ. അധികാരം പിടിച്ചതിന് പിന്നാലെ അഫ്ഗാനിൽ താലിബാനിസം നടപ്പിലാക്കി തുടങ്ങി. ബാങ്കുകളിലെ സ്ത്രീ ജീവനക്കാരെ പിരിച്ചുവിട്ടു. സർക്കാർ രൂപീകരണ ചർച്ചകൾ ആരംഭിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗമായിരുന്ന ജീവനക്കാർക്ക് പൊതുമാപ്പ് നൽകാനും താലിബാൻ തീരുമാനിച്ചു. ഇതിനിടെ സേനാ പിന്മാറ്റത്തെ അമേരിക്ക ന്യായീകരിച്ചു. അഫ്ഗാന്റെ വളർച്ചയല്ല, ഭീകരവാദം തടയിടുകയായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യമെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി. But if Afghanistan is unable to mount any real resistance to the Taliban now, there is no chance that 1 year, 1 more year, 5 more years, or 20 more years, the U.S. military boots on the ground would have made any difference. How many more lives, American lives, is it worth? I'm clear on my answer. I will not repeat the mistakes we've made in the past. We will continue to support the Afghan people. We will lead with our diplomacy, our international influence, and our humanitarian aid. We'll continue to push for regional diplomacy and engagement to prevent violence and instability.
കൂടുതൽ വിവരങ്ങളുമായി ഗ്രീഷ്മ എസ് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. ഗ്രീഷ്മ, താലിബാനിസം അഫ്ഗാനിൽ നടപ്പിലാക്കി തുടങ്ങിയെന്ന ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, നമുക്ക് അഫ്ഗാനിൽ നിന്ന് വരുന്ന വാർത്തകൾ, അതായത് അവർ പുറത്തുവിടുന്ന വാർത്തകൾ ഇതാണ്. അവിടുത്തെ ഏറ്റവും പ്രമുഖ മാധ്യമമായ ടോളോ ന്യൂസിൽ 3 ദിവസത്തിന് ശേഷം വനിതാ അവതാരകർ വരുന്നു, വാർത്ത വായിക്കുന്നു, താലിബാൻ പ്രതിനിധികളെ അഭിമുഖം നടത്തുന്നു. ഒപ്പം മുൻകാലത്തെ സർക്കാരിലെ ജീവനക്കാർക്ക് മുഴുവൻ താലിബാൻ പൊതുമാപ്പ് പ്രഖ്യാപിക്കുന്നു. അവരോട് ജോലിക്ക് സാധാരണ പോലെ തന്നെ എത്തിച്ചേരാൻ നിർദ്ദേശം നൽകുന്നു. അതായത് ലോകത്തോട് താലിബാൻ സംവദിക്കാൻ ശ്രമിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ സ്വാതന്ത്ര്യവും സുരക്ഷയും ഒക്കെ ഉറപ്പാക്കിക്കൊണ്ട് ഒരു ഭരണം താലിബാൻ മുന്നോട്ട് വയ്ക്കുന്നു എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നടക്കുന്നത് അതല്ല. നഗരാതിർത്തികളിൽ, നഗരത്തിന് പുറത്തുള്ള പ്രദേശങ്ങളിൽ യഥാർത്ഥത്തിൽ അവർ ആരാണോ, അവർ എന്താണോ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ നടപ്പിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. നഗരത്തിന് പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കായ അസീസിയിൽ നിന്ന് 9 സ്ത്രീ ജീവനക്കാരെ, 3 മാനേജർമാരടക്കമുള്ള 9 സ്ത്രീ ജീവനക്കാരെ താലിബാൻ പിരിച്ചുവിട്ടിരിക്കുന്നു. ഒപ്പം ഇവരോട് ഇനി ജോലിക്ക് വരരുതെന്നും വേറൊരു ജോലിക്ക് ശ്രമിക്കരുതെന്നും എന്നുള്ള കർശന നിർദ്ദേശം നൽകുന്നു. അതായത് ലോകത്തോട് അവർ എന്താണോ പറയുന്നതിന് അതിന് വിപരീതമായിയാണ് അഫ്ഗാനിലെ ഉൾപ്രദേശങ്ങളിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ലോകരാഷ്ട്രങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നതിന് വിപരീതമായി തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. കഴിഞ്ഞ 20 വർഷത്തിന് മുമ്പ് താലിബാൻ എങ്ങനെയായിരുന്നോ അത് തന്നെയായിരിക്കും ഈ 20 വർഷത്തിന് ശേഷവും അവരുടെ പ്രവർത്തന രീതികൾ എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും സ്ഥിതി ആശാവഹമല്ല. അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകളിൽ നിലവിൽ വിദേശ പൗരന്മാരെയൊക്കെ ഇന്ത്യയും ബ്രിട്ടനും അമേരിക്കയും ജപ്പാനും ജർമ്മനിയും അടക്കമുള്ള രാജ്യങ്ങളൊക്കെ തന്നെ സ്വന്തം പൗരന്മാരെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടപലായനം ഇപ്പോഴും ഉണ്ട് എങ്കിൽ പോലും മറ്റൊരു രാജ്യങ്ങളിലേക്ക് വിമാനത്തിൽ രക്ഷപ്പെടാനുള്ള സാധ്യത ഇപ്പോൾ വളരെ കുറവാണ്. കാരണം കാബൂൾ വിമാനത്താവളം പൂർണ്ണമായും ഇപ്പോൾ US സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ്. മാത്രമല്ല തിക്കും തിരക്കും ഒഴിവാക്കിക്കൊണ്ട് റൺവേ മുഴുവൻ ക്ലീൻ ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ അവരെയൊക്കെ പുറത്താക്കിക്കൊണ്ട് ഒരു കർശന നിയന്ത്രണമാണ് ഇപ്പോൾ വിമാനത്താവളത്തിൽ US സൈന്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ വിദേശ പൗരന്മാരെ മാത്രം പുറത്തേക്ക് കൊണ്ടുപോകാനാണ് നീക്കം. എന്നാൽ ഐക്യരാഷ്ട്ര സംഘടന അടക്കമുള്ളവർ ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അഭയാർത്ഥികളായി വരുന്നവർക്ക് അഭയം നൽകണം തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം അഫ്ഗാനിസ്ഥാനിൽ പട്ടിണി രൂക്ഷമാണ് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ശരി, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഗ്രീഷ്മ നൽകിയത്. കാബൂളിൽ കുടുങ്ങിക്കിടക്കുന്നവരിൽ മലയാളികളും 36 പേരാണ് സഹായം തേടി ഇതുവരെ നോർക്കയെ സമീപിച്ചത്. മലയാളികളെ നാട്ടിലെത്തിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നോർക്ക വകുപ്പ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകി. അതേസമയം അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ അംബാസഡർ അടക്കം 120 പേരെ വ്യോമസേന വിമാനത്തിൽ ഗുജറാത്തിലെത്തിച്ചു. കബൂളിലെ ഇന്ത്യൻ എംബസി അടച്ചു. രാജ്യത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഭ്യന്തര മന്ത്രാലയം അതിവേഗ വിസ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്തും KP അഭിലാഷും ചേരുന്നു. ആദ്യം സജിത്തിലേക്ക്. സജിത്ത്, 36 മലയാളികൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്ത വളരെ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. എന്തൊക്കെയാണ് നോർക്ക നൽകുന്ന വിശദാംശങ്ങൾ? അശ്വതി, നിലവിൽ 36 മലയാളികൾ അവിടെ കുടുക്കിക്കിടക്കുന്നതായിട്ടാണ് ലഭിക്കുന്ന വിവരം. 36 മലയാളികൾ ഇതിനകം തന്നെ നോർക്കയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കൂടുതൽ മലയാളികൾ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല. നോർക്കയുമായി ബന്ധപ്പെട്ടവരെല്ലാം തങ്ങൾ എത്രയും പെട്ടെന്ന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവരെ തിരിച്ചെത്തിക്കാനുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും നീക്കം ആരംഭിക്കുന്നത്. അടിയന്തരമായി മലയാളികളെ തിരിച്ചെത്തിക്കണമെന്ന ആവശ്യം വിദേശകാര്യ മന്ത്രാലയത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. എന്തായാലും ഇത്തരം നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം അവിടെ ഇല്ല എന്നതാണ് നിലവിൽ അവർ മലയാളികളിൽ നിന്നും സംസാരിക്കുമ്പോൾ നോർക്കയ്ക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി 36 പേരെയാണ് ഇതിനകം ബന്ധപ്പെട്ടിരിക്കുന്നത്. പക്ഷേ കൂടുതൽ പേർ അവിടെ ഉണ്ട് എന്നതാണ് മനസ്സിലാക്കുന്ന കാര്യം. എന്തായാലും അവരെ ഉടനടി നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരും കിടക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ച് പൊതുവിൽ ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യമാണ്, വാർത്തകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ബന്ധുക്കൾക്കടക്കം ആശങ്കപ്പെടാതിരിക്കാൻ അവരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് സാഹചര്യവും സംസ്ഥാന നോർക്ക വകുപ്പും നിരന്തരമായി നിരീക്ഷിച്ചു വരികയാണ്. ശരി സജിത്ത്. KP അഭിലാഷിലേക്ക്. അഭിലാഷ്, കൂടുതൽ ഇന്ത്യക്കാർ അവിടെ നിന്നും ഗുജറാത്തിലെത്തി എന്നറിയുന്നു. അവരുടെ ആരോഗ്യനില, മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഒപ്പം കാബൂളിലെ ഇന്ത്യൻ എംബസി അടച്ചു എന്നറിയുന്നു. മറ്റവിടെയുള്ള ആളുകൾ ഇനി ഏത് രീതിയിലായിരിക്കും ഇന്ത്യയിലേക്ക് എത്തുക?
അശ്വതി, ഉദ്വേഗജനകമായ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇപ്പോൾ കാബൂളിൽ നിന്ന് 120 ഇന്ത്യക്കാർ തിരികെ എത്തിയിട്ടുള്ളത്. ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളത്തിലാണ് എത്തിയിട്ടുള്ളത്. എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിലാണ് ഇവരെ എത്തിച്ചത്. ഇന്നലെ വൈകിട്ടോടുകൂടി കാബൂളിലെ വിമാനത്താവളത്തിൽ എത്തിച്ച ഈ 120 പേരെയും പിന്നീട് സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. അതിനുശേഷം ഇന്ത്യയുടെ വിമാനം അവിടെ എത്തിയതിനു ശേഷം ഇവരെ പ്രവേശിപ്പിച്ച് അല്പസമയം മുമ്പാണ് മടങ്ങിയെത്തിയത്. സൈന്യത്തിന്റെ അകമ്പടിയോടുകൂടി തന്നെയാണ് ഇവരെ സുരക്ഷിതമായ മേഖലകളിലേക്ക് ഇപ്പോൾ അവരുടെ വീടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിയത്. അംബാസിഡറും അദ്ദേഹത്തിന്റെ കുടുംബവും മറ്റു ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന 120ഓളം വരുന്ന സംഘമാണ് ഇപ്പോൾ തിരികെ എത്തിയിട്ടുള്ളത്. ഇനിയും നൂറുകണക്കിന് ഇന്ത്യക്കാർ അഫ്ഗാനിസ്ഥാനിൽ അവശേഷിക്കുന്നുണ്ട്. അവരെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ബാക്ക് ചാനൽ വഴി താലിബാനുമായുള്ള ആശയവിനിമയം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ സുരക്ഷ, ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശം താലിബാനുമായി നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ വ്യോമ വിമാനങ്ങൾ കാബൂളിലേക്ക് അയക്കുവാൻ തയ്യാറാണ്. അതോടൊപ്പം തന്നെ കാബൂൾ വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ സാധാരണഗതിയിലേക്ക് മടങ്ങിയെത്തുകയാണെങ്കിൽ യാത്രാ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിരികെ എത്തിക്കും. മാത്രമല്ല, ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാർക്കും വിസ നടപടികൾ ലളിതമാക്കിയിട്ടുണ്ട്. അതിവേഗം വിസ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രത്യേക അഫ്ഗാൻ സെൽ തന്നെ ഇന്ത്യ രൂപീകരിച്ചിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഫോൺ നമ്പറുകൾ അടക്കം നൽകി അവരുമായി ബന്ധപ്പെടാം. ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് മോണിറ്റർ ചെയ്തുകൊണ്ട് ഇവരുടെ പട്ടിക തയ്യാറാക്കി എത്രയും പെട്ടെന്ന് ആളുകളെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. KP അഭിലാഷ് ഡൽഹിയിൽ നിന്ന്. നിമിഷ ഫാത്തിമ ജയിൽ മോചിതയായതിൽ സന്തോഷമെന്ന് അമ്മ ബിന്ദു സമ്പത്ത്. ഔദ്യോഗികമായി വിവരം ലഭിച്ചിട്ടില്ലെന്നും ബിന്ദു പറഞ്ഞു. സർക്കാരുകൾ ഇടപെട്ട് നിമിഷയെ ഇന്ത്യയിൽ എത്തിക്കണമെന്നും രാജ്യത്തെ നിയമമനുസരിച്ചുള്ള ശിക്ഷ നിമിഷയ്ക്ക് നൽകട്ടെയെന്നും അവർ ന്യൂസ് 18നോട് പറഞ്ഞു. ശിക്ഷ എന്ന് പറയാൻ, ശിക്ഷയിൽ നിന്ന് ഒളിച്ചോടാൻ ഞാൻ എന്റെ മകളോ ഒന്നും പറ്റൂല. ശിക്ഷ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. നിയമ നടപടി എന്ന് പറയുന്നതും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇന്ത്യക്കകത്തെത്തുമല്ലോ, അപ്പൊ എനിക്ക് ആ കുഞ്ഞിനെ കാണാലോ. ആ കുഞ്ഞിനെ എന്റെ കൂടെ അവൾക്ക് വിടാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിയമം അനുശാസിച്ച് എനിക്ക് ആ കുഞ്ഞിനെ തിരിച്ചെടുക്കാമെങ്കിൽ ആ കുഞ്ഞിനെ എനിക്ക് എന്റെ കൈ, കാരണം ആ കുഞ്ഞ് ഇതിനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലല്ലോ. പിന്നെ ബാക്കി നടപടിക്രമങ്ങൾ ഇതുവരെ കൊണ്ടെത്തിച്ച എന്റെ ദൈവം, അവിടെയും ദൈവം എന്റെ ഒപ്പം ഉണ്ടാകും. ഈ ഒരു അവസരം, ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഭയങ്കര ക്രൂഷ്യൽ മൂമെന്റ്, താലിബാൻ പിടിച്ചെടുക്കുന്നു എന്നുള്ള ഒരു ക്രൂഷ്യൽ മൂമെന്റ് വന്നപ്പോ പോലും ഒരു പാർട്ടിയുടെ ഒരു ഇടത്തുനിന്നോ ഒന്നും എന്നെ ആരും അന്വേഷിച്ചിട്ടുമില്ല, ആരും എനിക്ക് ഒരു സഹായമോ ഒന്നും പറഞ്ഞിട്ടുമില്ല. സോളാർ പീഡന കേസിൽ CBI അന്വേഷണം ആരംഭിച്ചു. ഉമ്മൻചാണ്ടി ഉൾപ്പെടെ 6 പേരെ പ്രതികളാക്കി കോടതിയിൽ FIR സമർപ്പിച്ചു. ഇരയായ സ്ത്രീ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് കേസ് CBIക്ക് വിട്ടത്. അന്വേഷണത്തിൽ ഭയമില്ലെന്ന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. ഉമ്മൻചാണ്ടിയെ കൂടാതെ MP-മാരായ KC വേണുഗോപാൽ, ഹൈബി ഈഡൻ, അടൂർ പ്രകാശ്, MLA AP അനിൽകുമാർ, BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി എന്നിവരെ പ്രതികളാക്കിയാണ് CBI FIR രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരം, കൊച്ചി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികളിൽ ഓൺലൈനായി FIR സമർപ്പിച്ചു. സ്ത്രീപീഡനം, സാമ്പത്തിക ക്രമക്കേട്, അഴിമതി നിരോധന നിയമം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. 2012 ഓഗസ്റ്റ് 19 ക്ലിഫ് ഹൌസിൽ വെച്ച് ഉമ്മൻചാണ്ടി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി. പരാതിക്കാരിയുടെ മൊഴിയല്ലാതെ മറ്റ് തെളിവുകളില്ലാത്തതിനാൽ ക്രൈംബ്രാഞ്ച് കേസ് അവസാനിപ്പിച്ചു. തുടർന്ന് പരാതിക്കാരി CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് അപേക്ഷ നൽകി. ഇതേ തുടർന്നാണ് കേസ് CBIക്ക് വിടാൻ സർക്കാർ തീരുമാനിച്ചത്. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് കോൺഗ്രസ് നിലപാട്. അന്വേഷണത്തെ ഭയക്കുന്നില്ലെന്നും നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. CBI അന്വേഷണത്തിൽ രാഷ്ട്രീയമുണ്ടാകില്ലെന്നും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്നും പറഞ്ഞ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ AP അബ്ദുള്ളക്കുട്ടി നിരപരാധിയാണോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചില്ല. സോളാർ കേസിലെ പ്രതികൾക്ക് അർഹമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് കേരളത്തിൽ എല്ലാവരും ആഗ്രഹിച്ച കാര്യമാണ്. ഇടതുമുന്നണി ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറിയതിന് ഞങ്ങൾ ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച 6 കേസുകൾ CBIക്ക് വിട്ട് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി ജനുവരിയിലാണ് വിജ്ഞാപനമിറക്കിയത്. ഇതിൽ 4 പരാതികളിലാണ് 2 കോടതികളിലായി CBI FIR സമർപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സോളാർ കേസ് എല്ലാ സാധ്യതകളും വിനിയോഗിച്ച് അന്വേഷിക്കട്ടെ എന്ന് ഹൈബി ഈഡൻ. മാധ്യമങ്ങളിലൂടെയാണ് FIR ഇട്ടതറിഞ്ഞത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്. CBI നേരറിയട്ടെ എന്നും ഹൈബി പ്രതികരിച്ചു.
8 വർഷം കേസ് അന്വേഷിച്ചു. സംസ്ഥാന ഗവൺമെന്റ് 2.5 വർഷമായിട്ട് FIR ചാർജ് ചെയ്തു. അത് CBIയിലേക്ക് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹാൻഡ് ഓവർ ചെയ്തു. ഇപ്പോൾ അവരത് അന്വേഷിക്കാൻ തീരുമാനിച്ചു, FIR ഫയൽ ചെയ്തു. അതിന്റെ നിയമപരമായ വശങ്ങളിലൂടെ അവരുടെ എല്ലാ അന്വേഷണ സാധ്യതകളും ഉപയോഗിച്ച് അത് അന്വേഷിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത് പരിപൂർണമായി രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള ഒരു നിലപാടിലാണ് അന്നും ഇന്നും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. വനിതാ കമ്മീഷന് പരാതി നൽകിയ ഹരിത നേതാക്കൾക്കെതിരെ ലീഗ് നടപടിയുണ്ടായേക്കും. പരാതി പിൻവലിക്കില്ലെന്ന് ഹരിതയും PK നവാസിനെതിരെ നടപടി പാടില്ലെന്ന് സാദിഖ് അലി തങ്ങളും ഉറച്ച നിലപാടെടുത്തതോടെയാണ് ഏകപക്ഷീയ നടപടിക്ക് നീക്കം. ഹരിതയ്ക്കെതിരെ നടപടി പാടില്ലെന്ന് ET മുഹമ്മദ് ബഷീറും MK മുനീറും മായിൻ ഹാജിയും ലീഗ് നേതൃത്വത്തെ അറിയിച്ചു. അതേസമയം ഹരിത നേതാക്കൾ വനിതാ കമ്മീഷന് പരാതി നൽകിയതിനെ വിമർശിച്ച് മലപ്പുറം ജില്ലാ ഹരിത പ്രസിഡന്റ് അഡ്വക്കേറ്റ് തൊഹാനി രംഗത്തെത്തി. വാർത്തയുടെ വിശദാംശങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, ഹരിതയ്ക്കെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ് നേതൃത്വം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, പരാതി പിൻവലിക്കാൻ ലീഗ് നേതൃത്വം നൽകിയിരുന്ന 24 മണിക്കൂർ ഇന്ന് രാവിലെ 10 മണിയോടുകൂടി കഴിഞ്ഞ സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു അന്തിമ നടപടിയിലേക്ക് ലീഗ് നേതൃത്വത്തിന് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പരാതി പിൻവലിക്കണമെന്നും ആണ് ലീഗ് നേതൃത്വം, പ്രത്യേകിച്ചും സാദിഖ് അലി തങ്ങൾ ഹരിത നേതാക്കളോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ ഹരിത നേതാക്കൾ അതിന് വഴങ്ങിയിട്ടില്ല, പിൻവലിക്കാൻ തയ്യാറല്ലെന്ന് ഉറച്ച നിലപാടെടുക്കുന്നു. ഒപ്പം ഹരിത മുന്നോട്ട് വെച്ചത് PK നവാസിനെതിരെ MSF പ്രസിഡന്റിനെതിരെ നടപടി വേണമെന്നായിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ സാദിഖ് അലി തങ്ങൾ തയ്യാറാത്ത സാഹചര്യമുണ്ട്. അതായത് നവാസിനെതിരെ നടപടി ഒന്നും പാടില്ലെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് സാദിഖ് അലി തങ്ങൾ. ഇതോടുകൂടിയാണ് പരാതി പിൻവലിക്കാത്ത പക്ഷം നടപടിയിലേക്ക് പോകണം എന്നുള്ള സാദിഖ് അലി തങ്ങളുടെ നിലപാട് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇത് അംഗീകരിക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് PK കുഞ്ഞാലിക്കുട്ടിയും എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വത്തിനുള്ളിൽ തന്നെ മറിച്ചൊരു വാദം വരുന്നു. അതായത് ET മുഹമ്മദ് ബഷീർ, MK മുനീർ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ഏകപക്ഷീയമായി ഹരിത നേതാക്കൾക്കെതിരെ നടപടി പാടില്ലെന്ന നിലപാട് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ പാർട്ടി വലിയ വിമർശനവും പ്രതിസന്ധിയും ഉണ്ടായിട്ടുണ്ട്. നടപടിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിന്റെ ആഴം വർദ്ധിക്കുകയുള്ളൂ എന്ന നിലകളുടെ നിലപാട് അവർ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ ഹരിതയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റായ അഡ്വക്കേറ്റ് തൊഹാനി ഹരിത സംസ്ഥാന നേതാക്കളെ വിമർശിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് ഈ തരത്തിൽ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള ഒരു പരാതി വനിതാ കമ്മീഷൻ നൽകിയത് ശരിയായില്ല എന്നൊരു വിമർശനമായി മുന്നോട്ട് വന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഈ നടപടിയിലേക്ക് നീങ്ങണം എന്നുള്ളൊരു നിലപാടിനാണ് ഇപ്പോൾ ലീഗിൽ മേൽക്കൈയുള്ളത്. അങ്ങനെ നടപടിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ പരസ്യമായി പ്രസ്താവനകളും നിലപാടുകളുമായി കൂടുതൽ ഹരിത നേതാക്കൾ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഇത് കൂടുതൽ ലീഗിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഏതായാലും ഇതുകൂടിയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു അന്തിമ തീരുമാനമായിരിക്കും ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. അതധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അശ്വതി, ഹരിത നേതാക്കൾ പരാതിയിൽ ഉന്നയിച്ച സ്ത്രീപക്ഷ രാഷ്ട്രീയം തിരിച്ചറിയുന്നതിൽ ലീഗ് നേതാക്കൾ പരാജയപ്പെട്ടതാണ് വിഷയം സങ്കീർണമാക്കിയത്. 3 മാസം മുമ്പ് പാർട്ടിക്ക് നൽകിയ പരാതിയിൽ PMS എല്ലാം ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും ഹരിത നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലായിരുന്നു നേതൃത്വത്തിന്റെ ഇടപെടൽ. ഒടുവിൽ വനിതാ കമ്മീഷനിലേക്ക് പരാതി പോയതോടെ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ലീഗ് നേതൃത്വം അക്ഷരാർത്ഥത്തിൽ ഗൺ പോയിന്റിലായി. MSF യോഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് സ്ത്രീവിരുദ്ധമായി സംസാരിക്കുന്നു. MSF നേതാക്കളിൽ ചിലർ വനിതകൾക്കെതിരെ അപവാദം പ്രചരിപ്പിച്ച് മാനസികമായി തകർക്കുന്നു. ഇങ്ങനെ അപമാനിതരായി സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയില്ല. പാർട്ടി ഇടപെടണം. ഇതായിരുന്നു 3 മാസം മുമ്പ് ഹരിത നേതാക്കൾ ലീഗ് നേതാക്കൾക്ക് നൽകിയ കത്ത്. സംഘടനയ്ക്കുള്ളിലെ വിഭാഗീയതയുടെ ഭാഗമാണെന്ന നിലപാടെടുത്ത ലീഗ് നേതൃത്വം പരാതി ഗൗരവമായി കണ്ടില്ല. 10 വർഷം മുമ്പാണ് MSF വനിതാ വിഭാഗമായ ഹരിത രൂപീകരിക്കപ്പെട്ടത്. ലീഗ് നേതൃത്വം കണ്ണുരുട്ടുമ്പോൾ ചൊൽപ്പടിക്ക് നിന്ന വനിതാ ലീഗിനെയാണ് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് പരിചയം. പക്ഷേ ക്യാമ്പസുകളിൽ നിന്ന് പുതിയ രാഷ്ട്രീയം അനുഭവിച്ചു വന്ന ഹരിത നേതാക്കൾ അതിന് വഴങ്ങിയില്ല. കഴിഞ്ഞ ദിവസം പാണക്കാട്ടേക്ക് വിളിപ്പിച്ച് നേതാക്കൾ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചിട്ടും വഴങ്ങാതിരുന്ന ഉറച്ച നിലപാടുകൾ ലീഗ് നേതൃത്വത്തിന് അപരിചിതമായിരുന്നു. പക്ഷേ ഇത് തിരിച്ചറിയുമ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി. പരാതി നൽകിയ വനിതകൾക്കെതിരെ നടപടിയും ആരോപണ വിധേയനായ നവാസിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസും എന്ന നിലപാടാണ് വരുന്നതെങ്കിൽ നേതൃത്വം വലിയ വിമർശനങ്ങൾ ഇനിയും നേരിടേണ്ടി വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വനിതയെ മത്സരത്തിനിറക്കി പുതുവഴിയിൽ നടന്ന ലീഗ് നേതൃത്വം പുതുതലമുറയിലെ പെൺകുട്ടികൾ ഉയർത്തിയ രാഷ്ട്രീയത്തിന് മുന്നിൽ പരാജയപ്പെടുകയാണെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടും. ഇത് തിരിച്ചറിഞ്ഞാണ് മുതിർന്ന നേതാക്കളായ ET മുഹമ്മദ് ബഷീറും MK മുനീറും നടപടി പാടില്ലെന്ന നിലപാടെടുത്തത്. സാദിഖ് അലി തങ്ങളുടെ നിലപാട് പരിഗണിച്ച് ഹരിതയ്ക്കെതിരെ കടുത്ത നിലപാടെടുത്താൽ ലീഗ് നേതൃത്വം വിളിച്ചുവരുത്തുന്നത് 100 ചോദ്യങ്ങളെയായിരിക്കും. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18, കോഴിക്കോട്. കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാരുടെ പട്ടിക ഉടൻ പ്രഖ്യാപിച്ചേക്കും. സംസ്ഥാനത്തെ ഗ്രൂപ്പ് നേതൃത്വങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ പരിഗണിക്കാതെയാണ് ഹൈക്കമാൻഡ് അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതെന്നാണ് സൂചന. ഗ്രൂപ്പ് വികാരങ്ങൾ പൂർണ്ണമായി പരിഗണിക്കാതെയുള്ള ഹൈക്കമാൻഡ് നീക്കത്തിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കടുത്ത അതൃപ്തിയിലാണ്. സംസ്ഥാനത്തെ പ്രബല ഗ്രൂപ്പ് നേതൃത്വങ്ങൾ നടത്തിയ സമ്മർദ്ദം ഫലം കണ്ടില്ല.
AI ഗ്രൂപ്പ് നിർദ്ദേശങ്ങൾ തള്ളിയാണ് ഹൈക്കമാൻഡ് DCC പ്രസിഡന്റുമാരുടെ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ഒരുങ്ങുന്നത്. കേരളത്തിലുള്ള രാഹുൽ ഗാന്ധി ഡൽഹിയിൽ തിരിച്ചെത്തിയാൽ ഉടൻ പട്ടിക പ്രസിദ്ധീകരിക്കും. ഹൈക്കമാൻഡ് നീക്കത്തിൽ സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. പുനഃസംഘടനാ നടപടികളോട് ഇനി നിസ്സഹകരണ നിലപാടായിരിക്കും ഇവർ സ്വീകരിക്കുക. ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ പുനഃസംഘടന നടത്തണമെന്നാവശ്യപ്പെട്ടിട്ടില്ലെന്നും മുതിർന്ന നേതാക്കളെ അവഗണിക്കുന്ന ശൈലിക്കെതിരെയാണ് പ്രതിഷേധമെന്നും AI ഗ്രൂപ്പുകളിലെ പ്രധാനികൾ പറയുന്നു. അതേസമയം ആദ്യം KPCC നേതൃത്വം കൈമാറിയ ലിസ്റ്റ് അതേപടി ഹൈക്കമാൻഡ് അംഗീകരിക്കില്ല. ഒരു ജില്ലയിലും വനിതകളുടെ പേര് ഉൾക്കൊള്ളിക്കാത്തതിൽ രാഹുൽ ഗാന്ധിക്ക് അതൃപ്തിയുണ്ട്. ലിസ്റ്റിലെ യുവാക്കളുടെ പ്രാതിനിധ്യം കുറഞ്ഞുപോയി എന്നതിലും ഹൈക്കമാൻഡ് വിയോജിപ്പ് രേഖപ്പെടുത്തിയെന്നാണ് സൂചന. KPCC നേതൃത്വം കൈമാറിയ സാധ്യതാ പട്ടിക മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതോടെ ഇത് മുൻനിർത്തിയുള്ള ചർച്ചകൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ സജീവമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. രാജ്യത്തെ കർഷകർ നേരിടുന്നത് കടുത്ത പ്രതിസന്ധിയെന്ന രാഹുൽ ഗാന്ധി. പുതിയ കർഷക നിയമങ്ങൾ രാജ്യത്തെ കർഷകരുടെ നട്ടലൊടിക്കുന്നതാണ്. കാർഷിക മേഖല കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തീരെഴുതുകയാണ്. കർഷകരോട് ചർച്ച നടത്താതെയാണ് കർഷക വിരുദ്ധ കരിനിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. Because these 3 farm laws will fundamentally destroy the backbone of Indian agriculture. Our agricultural system will go from one that helps our farmers to one that will only help 2 or 3 large corporates in the country. പാചകവാതകത്തിന്റെ വില കൂട്ടി ഓണക്കാലത്ത് കേന്ദ്ര സർക്കാരിന്റെ ഇരുട്ടടി. ഗാർഹിക ഉപയോഗത്തിനുള്ള സിലിണ്ടറിന് 25 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ സിലിണ്ടറിന്റെ വില 866 രൂപ 50 പൈസയായി. വാണിജ്യ സിലിണ്ടറിന് 5 രൂപ കുറച്ചു. ചിങ്ങപ്പുലരിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഓണസമ്മാനം. സദ്യയൊരുക്കാൻ മലയാളി കൂടുതൽ പണം ചെലവിടണം. തുടർച്ചയായി 2ാം മാസമാണ് പാചകവാതക വില കൂട്ടുന്നത്. കഴിഞ്ഞ മാസം 25 രൂപ 50 പൈസയാണ് കൂട്ടിയതെങ്കിൽ ഇപ്പോൾ കൂട്ടിയത് 25 രൂപ. 2 മാസങ്ങളിലായി വർദ്ധിപ്പിച്ചത് 50 രൂപ. ഇതോടെ സിലിണ്ടറിന് 866 രൂപ 50 പൈസയായി. ഇത് നമ്മുടെ വീടിലെ ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണ കാലത്ത് വരുമാനം ഇല്ലാതെ വീടിന്റെ താളം തെറ്റിക്കുന്ന ഒരവസ്ഥയാണ് ഈ വന്നിരിക്കുന്നത്. ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് കൂടുതലാണ്. കാരണം ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് അത് ഒരുപാട് കൂടുതലാണ് ഈ വന്നിരിക്കുന്നത്. ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വരുമാനം കിട്ടണം. ഈ കൊറോണ കാലത്ത് എന്തോന്ന് വരുമാനം? ഉപഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് സബ്സിഡി നൽകുന്നത് കഴിഞ്ഞ വർഷം സർക്കാർ നിർത്തലാക്കിയിരുന്നു. ഫലത്തിൽ സബ്സിഡി തന്നെ ഇല്ലാതായ അവസ്ഥയാണ്. പെട്രോൾ ഡീസൽ വില കുതിച്ചുയരുന്നതിനിടെയാണ് പാചകവാതകത്തിന് കൂടി വില കൂട്ടിയത്. വാണിജ്യ സിലിണ്ടറിന് 5 രൂപ കുറച്ചതാണ് ഏക ആശ്വാസം. 1619 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന്റെ പുതിയ വില. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഓണദിവസങ്ങളിൽ കൂടുതൽ ഇളവുകൾ ഉണ്ടാകുമോ എന്ന് ഇന്നറിയാം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കോവിഡ് അവലോകന യോഗം ഇന്ന് ചേരും. കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷമുള്ള സാഹചര്യങ്ങളും യോഗം വിലയിരുത്തും. വാക്സിനേഷൻ യജ്ഞത്തിന്റെ പുരോഗതിയും അവലോകന യോഗത്തിൽ വിലയിരുത്തും. അതിർത്തി യാത്രാ നിയന്ത്രണത്തിൽ വിശദീകരണത്തിന് ഹൈക്കോടതിയിൽ കൂടുതൽ സമയം തേടി കർണാടക. അടിയന്തര ചികിത്സാ സാഹചര്യങ്ങളിൽ ഇളവ് അനുവദിച്ചുകൂടെ എന്ന് കോടതി ചോദിച്ചു. ഹർജി ഉച്ചകഴിഞ്ഞ് വീണ്ടും പരിഗണിക്കും. മഞ്ചേശ്വരം MLA AKM അഷ്റഫാണ് ഹർജി നൽകിയിരിക്കുന്നത്. മദ്യം ഓൺലൈനായി ബുക്ക് ചെയ്യാൻ ബെവ്കോ സൗകര്യം ഏർപ്പെടുത്തി. തിരുവനന്തപുരം പഴവങ്ങാടി, കോഴിക്കോട് പാവുമണി ഔട്ട്ലെറ്റുകളിൽ ആണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പിലാക്കിയത്. മദ്യവിൽപ്പനശാലകളിലെ തിരക്ക് ഒഴിവാക്കാനാണ് പുതിയ സംവിധാനം. ഉപഭോക്താക്കൾക്ക് വേണ്ട മദ്യം തെരഞ്ഞെടുത്ത് ഓൺലൈനായി പണം അടയ്ക്കാനാണ് സൗകര്യം ഒരുക്കിയത്. ജഡ്ജിമാരുടെ സുരക്ഷ സംബന്ധിച്ച് സംസ്ഥാനങ്ങൾ സത്യവാങ്മൂലം സമർപ്പിക്കാത്തതിൽ സുപ്രീംകോടതിയുടെ കടുത്ത വിമർശനം. ഒരാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകിയില്ലെങ്കിൽ 1 ലക്ഷം രൂപ പിഴ അടയ്ക്കേണ്ടി വരുമെന്നും ചീഫ് സെക്രട്ടറിമാർ ഹാജരാകേണ്ടി വരുമെന്നും ചീഫ് ജസ്റ്റിസ് NV രമണ പറഞ്ഞു. കേരളമടക്കം ചില സംസ്ഥാനങ്ങൾ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടില്ല. ജഡ്ജിമാർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷ നൽകുന്നത് പരിഗണിച്ചുകൂടെയെന്നും കോടതി ചോദിച്ചു. ചിങ്ങം പിറന്നു. ഇന്ന് ചിങ്ങം 1. മലയാളിക്ക് പുതുവർഷപ്പിറവിയും കർഷക ദിനവുമാണ് ചിങ്ങമാസാരംഭം. കോവിഡ് മഹാമാരിയിൽ നിറങ്ങൾ മങ്ങിപ്പോയ 2ാമത്തെ ഓണനാളുകൾ കൂടിയാണ് ഇത്.
കർക്കിടകവും രാമായണശീലുകളും പെയ്തൊഴിഞ്ഞു. നടുമുറ്റവും നാട്ടുവഴികളും പൂവണിഞ്ഞു. മലയാളിക്കിനി നെന്മണികൾ പറന്നിറക്കുന്ന കാലം. മുക്കുറ്റിയും തുമ്പയും കൃഷ്ണകിരീടവുമൊക്കെ ഇത്തവണ കർക്കിടകം മായും മുൻപേ തിരുമുറ്റങ്ങളിൽ എത്തിയിരുന്നു. കർക്കിടകത്തിൽ തന്നെ അത്തവും എത്തി. സമൃദ്ധിയുടെയും പങ്കുവയ്ക്കലിന്റെയും ഒക്കെ ഉത്സവമായ ഓണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഓരോ മലയാളിയും. പൂവിളി കേൾക്കാൻ മലയാളികൾ ഇത്തവണയും പാകമായിട്ടില്ല. 2 പ്രളയങ്ങൾ, പാടെ അടച്ചുപൂട്ടിയ കഴിഞ്ഞ ഓണക്കാലം, പാതി തുറന്ന ഇത്തവണത്തെ ഓണം. ഒരു നെടുവീർപ്പിന്റെ അകമ്പടിയോടെയാണ് ചിങ്ങത്തിലേക്ക് ഇത്തവണയും മിഴി തുറന്നത്. ചിങ്ങം 1 കർഷക ദിനമായി പ്രഖ്യാപിച്ചത് അടുത്തിടെയാണ്. വിഷുക്കാലത്ത് വിത്തെറിഞ്ഞ മലയാളി ഓണക്കാലത്ത് വിളവെടുക്കും. വിളഞ്ഞ നെൽക്കതിരുകൾ കൊണ്ട് ഇല്ലം അഥവാ വീടുകൾ നിറയ്ക്കും. പൂമുഖത്ത് അരിമാവ് കൊണ്ടുള്ള കോലമെഴുത്ത്. പാടത്തും പറമ്പിലും പറന്നെത്തുന്ന ഓണത്തുമ്പികൾ. സമൃദ്ധിയുടെ പൊന്നോണത്തിലേക്കാണ് ചിങ്ങം 1 വാതിൽ തുറക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഓണാഘോഷങ്ങളുടെ ഭാഗമായി തിരുവോണത്തോണി നീരണിഞ്ഞു. തിരുവോണത്തോണി മറ്റന്നാൾ ആറന്മുളയിൽ നിന്ന് കാട്ടൂർ മഠത്തിലെത്തിക്കും. ഉത്രാട ദിവസം വൈകിട്ട് കാട്ടൂരിൽ നിന്ന് ഓണവിഭവങ്ങളുമായി പുറപ്പെടുന്ന തോണി തിരുവോണനാളിൽ പുലർച്ചെ ആറന്മുള ക്ഷേത്രത്തിലെത്തും. കോവിഡ് പശ്ചാത്തലത്തിൽ 3 പള്ളിയോടങ്ങൾ മാത്രമാണ് തിരുവോണത്തോണിക്ക് അകമ്പടി സേവിക്കുക. ഓരോ പള്ളിയോടത്തിലും 40 പേർക്ക് വീതം പങ്കെടുക്കാനാണ് അനുമതി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.